വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പൊ നിങ്ങൾ കുറേ ഡൗട്ട്സ് ചോദിച്ചു സ്പെഷ്യൽ അലോട്ട്മെന്റ് 1നെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കൊരു Q&A സെക്ഷൻ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ആ Q&A സെക്ഷന് വേണ്ടിയിട്ട് പോസ്റ്റിൽ കുറേ കുട്ടികൾ കമന്റ് ഇട്ടിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ് എന്താണെന്ന് പറഞ്ഞ് ഓൾറെഡി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടി പറയാം. അതായത് നമുക്കിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇതെല്ലാം നമ്മുടെ കോളേജസിന്റെ സീറ്റ് അനുസരിച്ചാണ് വന്നിട്ടുള്ളത്. ഈ സീറ്റ് എല്ലാം ഫില്ലായതിനു ശേഷം ഏതെങ്കിലും കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആയി കാണാം, ചില കുട്ടികളുടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കുട്ടികളുടെ വാക്കൻസി സീറ്റിന് വേണ്ടിയിട്ട് ആ സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി നടത്തുന്നതാണ് സ്പെഷ്യൽ അലോട്ട്മെന്റ്. ഇത് കഴിഞ്ഞതിന് ശേഷം സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ കഴിഞ്ഞതിന് ശേഷവും പാരാമെഡിക്കൽ, ഡിപ്ലോമ ആൻഡ് ഡിഗ്രി, PNC, MAക്ക്, AMCS, FNCക്ക് അങ്ങനെയൊക്കെ അലോട്ട്മെന്റ് വരുമ്പോൾ കുറെ കുട്ടികൾ അവിടേട്ട് പോവുകയും ഇവിടെ പിന്നെയും സീറ്റ് വാക്കൻസി വരുന്ന സമയത്ത് ലാസ്റ്റ് ഒരു സ്പോട്ട് അഡ്മിഷനും കൂടി നടത്തും. ഈ സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടും സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സെന്ററിൽ പോയി ആയിരിക്കും ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇതിനുള്ള ഉത്തരം ഇതാണ്. നെക്സ്റ്റ് NOC ഈസ് മാൻഡറ്ററി എന്ന് കാണിക്കുന്നു. അതായത് ഇനി ആർക്കും NOC വേണ്ട. സ്പെഷ്യൽ അലോട്ട്മെന്റിന് വേണ്ടി അഡ്മിഷൻ കിട്ടിയവരും അഡ്മിഷൻ കിട്ടാത്തവർക്കും തന്നെ ഇനി സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി NOCയുടെ ആവശ്യമില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓപ്ഷൻസ് കോഴ്സ് മിക്സ് ചെയ്ത് വെക്കാമോ? എക്സാമ്പിൾ നഴ്സിംഗ്, രണ്ടാമത് BSLP, മൂന്നാമത് MLT. നമുക്ക് സത്യത്തിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഏത് കോഴ്സ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിൽ എത്തുക. നഴ്സിംഗ് ആണോ വേണ്ടത്, പാരാമെഡിക്കൽ ആണോ വേണ്ടതെന്ന്. നിങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ LBSന്റെ പ്രയോറിറ്റി ലിസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ വെരിഫിക്കേഷൻ കുറച്ച് പാടാവുകയും ചിലപ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടാതെ വരെയൊക്കെ ചെയ്യും. അപ്പോൾ നഴ്സിങ്ങിന് വെക്കുന്ന ആൾക്കാർ നഴ്സിംഗ് ആദ്യം വെച്ചതിന് ശേഷം പാരാമെഡിക്കലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുക. ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു സജഷൻ ആണ് അങ്ങനെ വെക്കാതിരിക്കുക. കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഒരുമിച്ചായിരുന്നു എങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നഴ്സിംഗ് സെപ്പറേറ്റും പാരാമെഡിക്കൽ സെപ്പറേറ്റും അല്ലേ. അപ്പൊ പാരാമെഡിക്കലിന്റെ അലോട്ട്മെന്റ് 27ന് വരില്ല, അത് പിന്നീടാണ് വരുന്നത്. അപ്പൊ 27ന് 4th അലോട്ട്മെന്റ് വരുന്നതല്ലേ. അപ്പൊ ആ അലോട്ട്മെന്റിന് കറക്റ്റ് ലിസ്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമല്ലേ കറക്റ്റ് ആയിട്ട് വെരിഫിക്കേഷൻ ചെയ്ത് നമുക്ക് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ മിക്സ് ചെയ്ത് വെക്കാം, പക്ഷെ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു സജഷൻ. നിങ്ങളുടെ ചോയ്സ് ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ചോദിച്ചിരിക്കുന്നത് തേർഡിൽ കിട്ടാത്തവർക്ക് ഈ സ്പെഷ്യലിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നതാണ്. ഇല്ല, സ്പെഷ്യൽ അലോട്ട്മെന്റ് മുന്നോട്ടും ഉണ്ട്, അതിലൊക്കെ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾക്ക് മുന്നോട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റ്സിൽ ഇനിയും പങ്കെടുത്തുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. ESLP കോഴ്സ് ഗവൺമെന്റിൽ ഇല്ലയോ എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് കോളേജസ് ഇനി ആഡ് ചെയ്യാനുണ്ട്. അത് വന്നതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്രൂവൽ ഡിലേ ആവുന്നത് കൊണ്ടാണ് കോളേജസ് ആഡ് ആവാത്തത്. അപ്പൊ നിങ്ങൾ കോളേജസ് ആഡ് ആകുന്നുണ്ടോ എന്ന അപ്ഡേറ്റ് ഒക്കെ നോക്കിയതിന് ശേഷം അപ്ഡേറ്റ് വരുവാണ് എന്നുണ്ടെങ്കിൽ അതുകൂടി ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. മൊബൈൽ ഫോണിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ അത് ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അത് കണ്ടു നോക്കൂട്ടോ. നെക്സ്റ്റ്, ചേച്ചി ഞാൻ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുത്തു. പാരന്റ്സിന്റെ പ്രഷർ കാരണമാണ് എടുത്തത്. എനിക്ക് നഴ്സിംഗ് താല്പര്യമില്ല. ഇനി ഞാൻ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അത് കിട്ടുകയും ചെയ്താൽ അവിടെ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ പ്രശ്നമുണ്ടോ? ഉറപ്പായിട്ടും പ്രശ്നമുണ്ട്. നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റ് ക്യാൻസൽ ആകും. തേർഡ് അലോട്ട്മെന്റിൽ ഓൾറെഡി ഇപ്പോൾ ഒരു അഡ്മിഷൻ എടുത്തിട്ടില്ല ഒരു കോളേജ്, അത് ക്യാൻസൽ ആവുകയും പിന്നെ ഇപ്പോൾ കിട്ടിയ സ്പെഷ്യൽ അലോട്ട്മെന്റിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് നിർബന്ധവുമാണ്. അത് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ആ സീറ്റും ക്യാൻസൽ ആയി പോകും. ഞാൻ അടച്ച ഫീയും ഡോക്യുമെന്റ്സും തേർഡിൽ കിട്ടിയ കോളേജിൽ നിന്ന് എനിക്ക് തിരിച്ചു കിട്ടില്ലേ? സ്പെഷ്യൽ അലോട്ട്മെന്റിലേക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ്സും ഫീയും ഒക്കെ തിരിച്ചു കിട്ടും. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. നമുക്ക് ഇപ്പൊ കിട്ടിയ അപ്ഡേറ്റ് പ്രകാരം കോളേജിൽ നിന്നും നമ്മുടെ അക്കൗണ്ടിലേക്കാണ് ഫീ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഡിലേ സംഭവിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ അലോട്ട്മെന്റിലേക്ക് വേണ്ടി നിങ്ങൾ വേറെ ഫീസ് അടച്ച് കയറേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഫീ തിരിച്ചു കിട്ടും. ഡോക്യുമെന്റ്സ് നിങ്ങൾ കോളേജിൽ പോയി വാങ്ങുക. അത് ഡയറക്റ്റ് കോളേജിലേക്ക് ട്രാൻസ്ഫർ ആവില്ല. ഡോക്യുമെന്റ്സ് നിങ്ങൾ പോയി കയ്യിൽ വാങ്ങിയിട്ട് വേണം ഇവിടെ അടുത്ത കോളേജിൽ വന്ന് ജോയിൻ ചെയ്യാനായിട്ട്. പാരാമെഡിക്കൽ കോഴ്സിന് ഇൻഡെക്സ് സ്കോർ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. എടാ, നമ്മൾ ഓൾറെഡി LBSൽ അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് റാങ്ക് ലിസ്റ്റും ഇൻഡെക്സ് സ്കോർ ഒക്കെ പ്രൊവിഷണലി പബ്ലിഷ് ചെയ്തല്ലോ. ഈ ഇൻഡെക്സ് സ്കോർ വെച്ച് തന്നെയാണ് പാരാമെഡിക്കലിന്റെ ബാക്കി അലോട്ട്മെന്റ്സും ഒക്കെ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം ഒരുമിച്ചായിരുന്നു, ഇപ്രാവശ്യം BSc നഴ്സിംഗും പാരാമെഡിക്കലും സെപ്പറേറ്റ് ആണെന്നേ ഉള്ളൂ. ഇനി പുതിയ റാങ്ക് ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഈ റാങ്ക് ബേസ് ചെയ്തിട്ടാണ് പാരാമെഡിക്കലിലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പോകുന്നത്. പാരാമെഡിക്കൽ അലോട്ട്മെന്റ് എന്ന് വരുമെന്നാണ് ചോദിച്ചത്. അതിന്റെ അപ്ഡേറ്റ് നമുക്ക് സൈറ്റിൽ വന്നിട്ടില്ല. വരുന്ന സമയത്ത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും ചാനലിലൂടെ.
വാക്കൻസി എങ്ങനെ കണ്ടുപിടിക്കും? വാക്കൻസി സീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ LBS സൈറ്റിൽ തന്നെ അലോട്ടഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് അലോട്ടഡ് സീറ്റും അല്ലാത്ത സീറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ടിക്ക് മാർക്കിൽ കൊടുത്തിരിക്കുന്നത് ഓൾറെഡി കുട്ടികൾ അഡ്മിഷൻ എടുത്തതും, ഇൻഡു മാർക്കിൽ കൊടുത്തിരിക്കുന്നത് കുട്ടികൾ അഡ്മിഷൻ എടുക്കാത്തതുമായിട്ടുള്ളതാണ്. അതാണ് വാക്കൻസി സീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വാക്കൻസി സീറ്റ് ഒക്കെ നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ഇഷ്ടമില്ലാത്ത കോളേജാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാതെ ഇരുന്നാൽ കുഴപ്പമുണ്ടോ? നെക്സ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുമോ? ഈ കുട്ടികളോട് ഞാൻ പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജസ് ഇനി ഒരിക്കലും ഓപ്ഷൻസ് വെക്കരുത്. ചെയ്ത് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ വെക്കരുത്. വേറെ ഒന്നുമല്ല കാരണം, നമ്മൾ വാക്കൻസി സീറ്റിന് വേണ്ടി എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നോക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത കോളേജസ് വെച്ചതിന് ശേഷം ഓൾറെഡി കിട്ടിയ കോളേജും പോയി, കിട്ടിയത് ഇഷ്ടമില്ലാത്ത കോളേജുമായി ഇനി പുതിയ അപ്ഡേറ്റ് ആ കോളേജിന് നിർബന്ധമായും എടുക്കണം എങ്കിൽ മാത്രമേ അടുത്തതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് മാറും. നമ്മൾ അവിടെ അഡ്മിഷൻ എടുത്തിട്ട് അതിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഇഷ്ടമില്ലാത്ത കോളേജസ് ദയവ് ചെയ്ത് ഓപ്ഷൻസ് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. LBSന്റെ അപ്ഡേറ്റ് നമുക്ക് മുൻകൂട്ടി ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഓപ്ഷൻ വെച്ചിട്ട് കണ്ടിന്യൂസ് നമ്പർ ആയിട്ടാണോ വെക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഓപ്ഷൻ വെക്കേണ്ടത് എന്ന് നമ്മൾ കറക്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ, എന്താണ് NOC, എന്താണ് ഇതിന്റെ ആവശ്യം എന്നുള്ളതാണ്. NOC എന്ന് പറയുന്നത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇതിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കോളേജിന്റെ പോളിസിയാണ്, അവർ ട്രാൻസ്ഫർ ചെയ്ത് തരണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോളേജ് ഇഷ്ടപ്പെട്ട് വേറെ അത് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ അത് അവിടെ നിന്ന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി കിട്ടാനുള്ള ഒരു കുട്ടിയുടെ ചാൻസ് ആണ് നിങ്ങൾ കാരണം പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോളിസി അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് കോളേജസിലേക്ക് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ NOC എന്ന് പറയുന്നത് വേണ്ടത്. ചോദിച്ചിരിക്കുന്നത് ഓൾറെഡി ചേർന്ന കുട്ടികൾക്ക് ഇനി ഈ ഓപ്ഷൻ വെച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി ചേർന്ന കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ എടുത്ത് അവരവിടെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഇനിയുള്ള അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ട, പാരാമെഡിക്കലിൽ പങ്കെടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. ക്ലാസ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അത് മാത്രം ചെയ്താൽ മതിയാകും. ചോദിച്ചിരിക്കുന്നത് മുന്നത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇനിയിപ്പോ സ്പെഷ്യൽ അലോട്ട്മെന്റിലും ഇഷ്ടപ്പെടാത്ത കോളേജ് ആണ് കിട്ടുക എന്നുണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇഷ്ടപ്പെടാത്ത കോളേജ് ഓപ്ഷൻ വെക്കാതിരിക്കുക എന്നതാണ് ഇതിൽ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. അഡ്മിഷൻ കിട്ടിയ കുട്ടികളായാൽ പോലും ഇഷ്ടപ്പെടാത്ത കോളേജസ് വെക്കാതിരിക്കുക. നിങ്ങൾ എന്തിനാണ് നെക്സ്റ്റ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടാൻ. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഓപ്ഷൻസിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടാത്ത കോളേജ് വെക്കണം? അപ്പോൾ ഇങ്ങനെ ഉള്ള ഇഷ്ടപ്പെടാത്ത കോളേജ് ദയവ് ചെയ്ത് വെക്കാതിരിക്കുക. ജോയിൻ ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പെനാൽറ്റിയുടെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഓൾറെഡി അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കാണ് എന്നുണ്ടെങ്കിൽ അവിടുന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിപ്പോ LBSന്ന് നിങ്ങൾക്ക് പാരാമെഡിക്കലോട്ട് മാറുക എന്നതൊന്നും പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ അഡ്മിഷനേ വേണ്ട, ഓൾറെഡി നിങ്ങൾ ക്യാഷും കാര്യങ്ങളും ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ട, ഡ്രോപ്പ് ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെനാൽറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് വിശദമായിട്ട് നമ്മൾ പെനാൽറ്റി വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതായത് ഇപ്പൊ സ്പെഷ്യൽ അലോട്ട്മെന്റ് വരെയും നിങ്ങൾ ഒരു അഡ്മിഷനും നിങ്ങൾ എടുത്തിട്ടില്ല, ഒരു അലോട്ട്മെന്റ് കിട്ടി, പക്ഷെ നിങ്ങൾക്ക് അതിലൊട്ടും താല്പര്യമില്ല, നിങ്ങൾക്ക് ടോക്കൺ ഫീ തിരിച്ചു വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീയും കാര്യങ്ങളൊക്കെ തിരിച്ച് കിട്ടുന്നതായിരിക്കും സൈറ്റിൽ റീഫണ്ട് ഓപ്ഷൻ വരുമ്പോൾ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സ്പോട്ടിൽ വരുമ്പോൾ പലപ്പോഴും റീഫണ്ട് കിട്ടാറില്ല. സ്പോട്ടിൽ കയറി കഴിഞ്ഞാൽ ഒരു അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടില്ല. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അത് സ്പോട്ട് അഡ്മിഷന്റെ ടൈം ആകുമ്പോൾ പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. സ്പെഷ്യൽ അലോട്ട്മെന്റ് വരെ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ അവസാനം വരെയും നിങ്ങൾക്ക് അഡ്മിഷൻ നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. പക്ഷേ ഫസ്റ്റ് ഇയർ ക്യാഷ് ഒക്കെ അടച്ച കുട്ടികൾക്ക് അവിടെ നിന്ന് ഇറങ്ങണം, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കോളേജിന്റെ തീരുമാനമാണ്, നിങ്ങൾക്ക് അത് തിരിച്ചു തരണമോ എന്നുള്ളത്. പെനാൽറ്റി നിങ്ങൾക്ക് കോളേജിൽ നിന്നാണ് വരുന്നത്. LBSന്റെ ഭാഗത്തുനിന്ന് ടോക്കൺ ഫീ തിരിച്ചു കിട്ടും, പക്ഷെ പെനാൽറ്റി വരുന്നത് കോളേജിൽ നിന്നുമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത് കോളേജിന്റെ പോളിസിയാണ്. ഇത് പ്രോസ്പെക്ടസിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുമുണ്ട്. മഞ്ചേരി ഗവൺമെന്റ് കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുത്തു. എനിക്ക് കോഴിക്കോട് ഗവൺമെന്റ് കോളേജിൽ കിട്ടാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അത് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ കൊടുക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും കൊടുക്കാൻ പറ്റുമോടാ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കേണ്ടത്, ഇപ്പൊ കോഴിക്കോട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമുക്ക് അലോട്ടഡ് ലിസ്റ്റ് കാണാൻ പറ്റും. അതിലെടുത്ത് നോക്കിയിട്ട് ഈ കുട്ടി മുസ്ലിം കുട്ടിയാണ്, അപ്പോൾ ആ കുട്ടിയുടെ കാറ്റഗറി ബേസ് ചെയ്ത് അവിടെ ഏതെങ്കിലും കുട്ടികൾ അഡ്മിഷൻ എടുക്കാതെയോ അങ്ങനെ വേക്കൻസി വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ ഓപ്ഷൻ കൊടുക്കുക. വേക്കൻസി ഇല്ലാത്ത പക്ഷം
ഓപ്ഷൻ കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ കാര്യമില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ അവിടെ SC കാറ്റഗറിക്കോ അല്ലെങ്കിൽ BH കാറ്റഗറിക്കോ ഒക്കെയാണ് അവിടെ സീറ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ മുസ്ലിം കുട്ടി വന്നിട്ട് ആ ഒരു സീറ്റിന് വേണ്ടി ഓപ്ഷൻ കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ കാറ്റഗറി ബേസിലുള്ള ആൾക്കാർക്കും മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. അടുത്തത് കാറ്റഗറി ബേസ് ചെയ്ത് വാക്കൻസി കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്റ്റേറ്റ് മെറിറ്റ് വാക്കൻസി ഉള്ളതും കൂടെ നോക്കുക. സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ കാറ്റഗറിയും അതിനകത്ത് വരുന്നില്ലേ, അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് വാക്കൻസിയിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തത് ചേച്ചി, ഇനി ഓപ്ഷൻ വെക്കുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത കോളേജ് വെക്കണ്ടല്ലോ. ജോയിൻ ചെയ്ത കോളേജ് അങ്ങനെ വെക്കണമെന്ന് നിർബന്ധമില്ല. ജോയിൻ ചെയ്ത കോളേജ് നമ്മുടെ കയ്യിൽ ഓൾറെഡി സീറ്റ് ഉണ്ടല്ലോ, അപ്പൊ പിന്നെ നമ്മൾ അത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അഡ്മിഷൻ എടുത്താൽ മതിയല്ലോ. നമ്മൾ നെക്സ്റ്റ് അലോട്ട്മെന്റിന് എന്തിനാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? നമുക്ക് വേറൊരു അലോട്ട്മെന്റ് വേറൊരു കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ സെയിം കോളേജിൽ തന്നെ വെക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല എന്നത് മനസ്സിലാക്കാം കേട്ടോ. ചേച്ചി, PNC മാക്ക് 410 കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എടാ, PNC മാക്കിന്റെ ചാൻസ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ 460 മാർക്കിൽ 424 മാർക്ക് വരെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ. കുറച്ച് ചാൻസ് കുറവാണ് 410 മാർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ചാൻസ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. പാരാമെഡിക്കൽ കോഴ്സിന് എല്ലാ കോളേജിലും ലാസ്റ്റ് ഇയർ എത്ര മാർക്കാണ് അലോട്ട്മെന്റ് കിട്ടിയതെന്ന് വീഡിയോ ചെയ്യാമോ? എടാ, ഗവൺമെന്റ് കോളേജ് പാരാമെഡിക്കലിന്റെ ചാൻസ് വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് കണ്ടുനോക്കാം. സെൽഫ് ഫിനാൻസിങ്ങിൻ്റെത് കുറച്ച് ലെങ്തി ആയിരിക്കും വീഡിയോ ചെയ്യുമ്പോൾ, കാരണം ഒരുപാട് കോളേജസ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെത് നിങ്ങൾക്ക് ചെയ്തു തരണം, നിങ്ങൾ കാണുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതും കൂടെ വീഡിയോ ചെയ്യാൻ ശ്രദ്ധിക്കാം. പക്ഷെ അത് ഒരുപാട് ലെങ്തി ആയിട്ട് വരുന്നതായിരിക്കും വീഡിയോ. അപ്പോൾ ഒരുപാട് പേര് എന്താ പറയാ, സെൽഫ് ഫിനാൻസിങ് കോളേജസ് വേണം എന്ന് പറയുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ചേച്ചി, എത്ര മാർക്ക് ഉള്ളവരെ 4th അലോട്ട്മെന്റിൽ കിട്ടും? എനിക്ക് 1857 ആണ് റാങ്ക്. ഏതൊക്കെ കോളേജ് വെച്ചാൽ കിട്ടുമെന്ന് പറയാമോ? എടാ, ഏതൊക്കെ കോളേജ് വെക്കുക എന്നത് പറഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻസിന് വേക്കൻസി സീറ്റ് നോക്കിയതിന് ശേഷം വെച്ചാൽ മതി. അതായത് നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കും നിങ്ങളുടെ കാറ്റഗറിയും അറിയുന്നത് നിങ്ങൾക്കാണ്. അതുപോലെ നമ്മുടെ സൈറ്റിൽ വാക്കൻസി സീറ്റ് വന്നിട്ടുണ്ട്. അതായത് അലോട്ടഡ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വാക്കൻസി സീറ്റ് വന്നിട്ടുണ്ട്. സെപ്പറേറ്റ് ഒരു വാക്കൻസി ലിസ്റ്റ് ഇതുവരെയും വന്നിട്ടില്ല. അത് നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ സ്പോട്ട് വരെയൊക്കെ എത്രത്തോളം റാങ്കിലുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നതും നമ്മൾ വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി ഒന്ന് ചെന്ന് കണ്ടു നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്പോട്ട് അലോട്ട്മെന്റ് ആയോ? സ്പോട്ട് അലോട്ട്മെന്റ് ആയിട്ടില്ല, സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത്. സ്പോട്ട് അലോട്ട്മെന്റ് എങ്ങനെയാണ് കൊടുക്കൽ? സ്പോട്ട് അലോട്ട്മെന്റ് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ആ ടൈം ആകുമ്പോൾ പറയാട്ടോ. കഴിഞ്ഞ വർഷത്തെ പോലെയാണോ ഈ വർഷം എന്നത് നമുക്ക് മനസ്സിലാവില്ല. ഇനിയിപ്പോ കഴിഞ്ഞ വർഷത്തെ കാര്യം നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വാക്കൻസി വന്ന സമയത്ത് സ്പോട്ട് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് LBS പറയുന്ന ഫെസിലിറ്റേറ്റഡ് സെന്ററിൽ നിങ്ങൾ പോവുകയും അവിടെ വെച്ച് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുകയും നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അവിടെ അപ്പോൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കണം. പിന്നെ അഡ്മിഷൻ ഓൾറെഡി എടുത്ത കുട്ടികളാണ് സ്പോട്ടിന് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് നിർബന്ധവുമായിരുന്നു കേട്ടോ. അതുപോലെ ഈ സമയത്ത് സ്പോട്ട് അലോട്ട്മെന്റിന് അഡ്മിഷൻ കിട്ടിയിട്ട് അവിടെ എടുക്കാത്ത കുട്ടികൾക്ക് ഈ ടോക്കൺ ഫീ തിരിച്ചു കൊടുക്കാതെയും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. ഈ വർഷം എന്തെങ്കിലും അപ്ഡേറ്റ്സ് മാറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് അറിയിക്കുന്നതായിരിക്കും. ഇതുവരെ കിട്ടാത്ത കുട്ടികൾ എങ്ങനെയാണ് സ്പോട്ടിന് പങ്കെടുക്കേണ്ടത് എന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്പോട്ടിനല്ല, ഇപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്പെഷ്യൽ അലോട്ട്മെന്റിന് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക. സ്പോട്ടിന്റെ അപ്ഡേറ്റ് നമ്മൾ ടൈം ആകുമ്പോൾ അറിയിക്കുന്നതായിരിക്കും. ടെൻഷൻ ഒന്നും ആവേണ്ട ഒരു ആവശ്യവുമില്ല. കറക്റ്റ് ആയിട്ട് വേക്കൻസി മനസ്സിലാക്കി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് 27-ാം തീയതി നമ്മുടെ 4th അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഓഗസ്റ്റ് 30-ാം തീയതി തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ കോളേജിൽ വിളിച്ചൊന്ന് അന്വേഷിക്കുക. ഇതുപോലെ നിങ്ങൾ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയുക. അവിടെ അഡ്മിഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളുടെ ഫീസ് എത്ര ദിവസത്തിനകം കിട്ടും എന്ന് ചോദിക്കുക. കാരണം നിങ്ങൾ 1 ലക്ഷം രൂപയോളം ഇയർലി ഫീ അടച്ചിട്ട് നിൽക്കുന്ന കുട്ടികളാണ്. അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ കിട്ടി 3 ദിവസമാണ് നമുക്ക് ടൈം പറയുന്നത്. ഈ ടൈമിന് തന്നെ നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആയി പോകും. അത് കോളേജിൽ വിളിച്ച് നിങ്ങൾ അന്വേഷിക്കണം. കോളേജിന്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമെന്നാണ്. പക്ഷെ അത് എത്ര ദിവസം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് കുട്ടികളുടെ കറക്റ്റ് ടൈമിന് ബാങ്കിൽ നിന്ന് തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ക്യാഷിന് ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾക്കൊന്നും അഡ്മിഷൻ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാട്ടോ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഈ ക്യാഷിന്റെ കാര്യം പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് Q&A സെക്ഷൻ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്.
വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ഉടനെ എത്താൻ വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ന്യൂ അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.